വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിക്ക് സമീപം റിലീഫ് മെഡിക്കൽസിന് മുകളിൽ 1500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന റൂം വാടകയ്ക്ക്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും 24 മണിക്കൂറും നിരീക്ഷണ ക്യാമറയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം, ഹാൾ, കിച്ചൺ, 2 ബാത്റൂം അടങ്ങിയ 2 ഫ്ളാറ്റുകളും ഇതോടൊപ്പം ഒരുങ്ങിക്കഴിഞ്ഞു. മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് നഗരഹൃദയത്തിലെ ഈ കെട്ടിടം വാടകയ്ക്ക് ലഭിക്കുന്നതിനായി 8590888153 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പാലക്കാട് വാണിയംകുളത്ത് നിന്നും 6 ദിവസമായി കാണാതായ 3 മലയാളി കുടുംബത്തിനു വേണ്ടി പോലീസിന്റെ അന്വേഷണം ഊർജിതം. ഇവർ സഞ്ചരിച്ച വാഹനം ഉപേക്ഷിക്കുന്നതിന് മുമ്പുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. കേരളത്തിൽ നിന്നും കർണാടക ബോർഡറിലേക്ക് വാഹനം കടന്നതായും തിരികെ വാഹനം കേരളത്തിലേക്ക് എത്തിയതായും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. കർണാടകയിലേക്ക് പ്രവേശിക്കുമ്പോൾ വാഹനത്തിൽ 3 പേർ ഉണ്ടായിരുന്നതായും തിരിച്ച് വാഹനം ഉപേക്ഷിക്കുമ്പോൾ മകൻ വിഷ്ണു മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. വാഹനം ഉപേക്ഷിച്ച ശേഷം മകൻ വിഷ്ണു എങ്ങോട്ട് പോയെന്നും അച്ഛനും അമ്മയും എവിടെയെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. നിലവിലുള്ള അന്വേഷണ സ്ക്വാഡിന് പുറമെ മറ്റൊരു സ്ക്വാഡ് കൂടി രൂപീകരിച്ചു. കുടുംബത്തെ കാണാനില്ലെന്ന് ബന്ധുക്കളുടെ പരാതി ലഭിച്ച ഉടൻ SI KP അശ്വിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ്, സിവിൽ പോലീസ് ഓഫീസർ സുജി ശേഖർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഈ സംഘം നിലവിൽ മൈസൂർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ P വിഷ്ണുവിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ അന്വേഷണ സ്ക്വാഡിനാണ് ചൊവ്വാഴ്ച രൂപം നൽകിയത്. ASI അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ സന്ദീപ് സുഭാഷ് എന്നിവർ അടങ്ങിയ 4 അംഗ സംഘമാണ് പുതുതായി രൂപീകരിച്ചത്.